നമുക്ക് ഒരു നിലക്കും നഷ്ടപ്പെടാത്ത ഒന്നാണ് സ്വലാത്ത്. നാം സ്വലാത്തിൻ്റെ അഹലുകാരാകുക. സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ ഈമാന് പവർ കിട്ടും, അവരുടെ ഇഖ്ലാസിന് പവർ കിട്ടും, അവരെ തഖ്വക്ക് പവർ കിട്ടും, അവരെ വറഅന് സൂക്ഷ്മതക്ക് പവർ കിട്ടും. അവരെ തകർക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. കാരണം റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടലുണ്ടാകും. അവിടെ നിന്ന് നമ്മ കൈയൊഴിയുമോ? ത്വായിഫിലെ ധിക്കാരികളായ ആളുകൾ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ച നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നാട്ടുകാരൊന്നടക്കം തങ്ങൾക്കെതിരെ തിരിഞ്ഞു. സ്വന്തം കുടുംബക്കാർ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പലതും പറയാൻ തുടങ്ങി. സ്വന്തക്കാരിൽ നിന്ന് വലിയ മോശമായ പ്രയോഗങ്ങൾ തങ്ങൾക്ക് വന്നപ്പോൾ അവിടുത്തെ മനസ്സ് വേദനിച്ചു കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് തങ്ങളെ മനസ്സ് പൊട്ടി കരയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിട്ട് പറയാണ്, നബിയേ തങ്ങൾ വിഷമിക്കണ്ട. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ആരെന്തു പറഞ്ഞാലും തങ്ങളതിൽ പ്രയാസപ്പെടണ്ട, തങ്ങൾ വിഷമിക്കണ്ട. ആ ശത്രുക്കളുടെ ഉള്ളിലിരിപ്പ് അല്ലാഹുവിനറിയാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 വർഷക്കാലം ശഅബു അബീ ത്വാലിബിൽ വെള്ളം മുടക്കി. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. പച്ചല ഭക്ഷിച്ച് ജീവിച്ചു. തങ്ങളും അവിടുത്തെ അസുഹാബും സഹിച്ച ത്യാഗം എത്രയാണ്! തങ്ങളെ സംബന്ധിച്ച് പല ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ജനങ്ങൾ പലതും പറയാൻ തുടങ്ങി. മക്കയിലെ വലിയ മതിലുകളിൽ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പല മോശമായ പോസ്റ്ററുകളും പതിയാൻ തുടങ്ങി. അവിടത്തെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് വഴിമാറി ത്വായിഫുകാര് എന്നെ സംരക്ഷിക്കുമെന്ന നിലക്ക് ഉമ്മയുടെ കുടുംബത്തിന് അഭയം തേടി ത്വായിഫിലെത്തിയപ്പോൾ ത്വായിഫുകാർ മുഴുവനും തങ്ങളെ കല്ലെറിഞ്ഞു, അവിടത്തെ പ്രയാസപ്പെടുത്തി, അവിടത്തേക്കുള്ള വെള്ളം തട്ടിത്തെറിപ്പിച്ചു. ശരീരത്തിൽ കുട്ടികളെ കൊണ്ട് കല്ലുകൊണ്ട് എറിയിപ്പിച്ചു. ആ ശരീരം പൊട്ടിയിട്ട് ബ്ലഡ് ചീറ്റി ഒഴുകി. ദാഹം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, വിശക്കുന്നു, കഴിക്കാനൊന്നുമില്ല. ആ സമയത്താണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു പറഞ്ഞു, നബിയെ തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ ത്വായിഫുകാരെ മുഴുവനും ഈ 2 പർവ്വതങ്ങൾക്കിടയിലിട്ട് നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ അനുമതിയുണ്ട്, അവിടെ നിന്ന് സമ്മതിക്കുവോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ, വേണ്ട ജിബ്രീലേ എന്ന് പറഞ്ഞ് റഹ്മത്തിന്റെ കേദാരമായ തങ്ങളെ ശറഫാക്കപ്പെട്ട 2 കൈകളും വാനിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗ്ഫിർ ലി ഖൗമി, എൻ്റെ ഈ വിവരമില്ലാത്ത ജനതക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവിടത്തെ ക്രൂരമായി ആക്രമിച്ച ധിക്കാരികളും അഹങ്കാരികളുമായ അക്രമികൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി റഹ്മത്തായ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് തങ്ങളെ സ്നേഹിച്ചിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കുന്ന നമ്മെ റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി നിർത്തുവോ? അവിടെ നിന്ന് നമ്മ കൈയൊഴിയോ? അവിടെ നിന്ന് നമ്മ അകറ്റി നിർത്തുവോ? അതുകൊണ്ട് ധാരാളം സ്വലാത്ത് പറഞ്ഞ് ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ,
ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലി തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ച്, ഈ മൈക്കൊന്ന് ശരിയാക്കി, സ്വലാത്തുമായി വലിയ ബന്ധം സ്ഥാപിച്ച്, തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി, തങ്ങളെ മഹബത്തിലായി ചെറിയ കാല ആയുസ് സമർപ്പിക്കണേ. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെടുന്നോ അവർ സ്വർഗത്തിലാണെന്നും അതിനെതിരെ ജീവിക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്കില്ലെന്നും തങ്ങൾ പറയുമ്പോൾ അവിടെ നിന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് കളവ് പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ്, രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ ഇടപെടണ്ട, നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു പ്രവർത്തികളിലും ഏർപ്പെടണ്ട, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കണ്ട. ഇന്ന് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ് മിസ്കാൾ മെസ്സേജുകൾ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ, വ്യഭിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ച കാലമാണ്. കള്ളും കഞ്ചാവ്, ഹാൻസ്, പാൻപരാഗ്, ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലമാണ്. പലിശ ഇടപാടുകൾ, ലോണുമായി വട്ടിപ്പലിശയുമായി ഇടപെടുന്ന കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഒരാളെക്കുറിച്ചും മോശമായി പറയാതെ, മുസ്ലിമിനെ തങ്ങൾ വിവരിച്ചത് തന്നെ മുസ്ലിമെന്ന് പറഞ്ഞാൽ അള്ളാഹനെ അനുസരിക്കുന്ന ആളെന്ന്. അപ്പോൾ അതിനെതിരെ ആയിപ്പോയാൽ ആ പേര് മാറിപ്പോകും. മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ സ്വന്തം കരങ്ങളെ തൊട്ട് നാവിനെ തൊട്ട് മറ്റുള്ള സർവ്വജനങ്ങളും സുരക്ഷിതരായിരിക്കണം. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞുകൂടാ. ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിക്കുന്ന പ്രവൃത്തി ചെയ്തുകൂടാ. അങ്ങനെയുള്ള സംശുദ്ധമായ ജീവിതം നയിച്ച് ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി, തങ്ങളെ മഹബത്തിലായി ചെറിയ കാല ആയുസ് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ മാസം ജനുവരി മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബയാറ് സ്വലാത്ത്. നാളല്ല, അടുത്ത വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി നിങ്ങളൊക്കെ ബയാറ് സ്വലാത്തിലേക്ക് വരണം. ഇപ്പോൾ ബയാറ് സ്വലാത്ത് 10 മണിയാകുമ്പോഴേക്ക് അവസാനിക്കും. കാരണം തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ചെന്നൈ ഉൾപ്പെടെ, കോയമ്പത്തൂർ, പൊള്ളാച്ചി, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരം അടക്കം ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ട്രെയിൻ മാർഗം അവർ വരുന്നു. തലേ ദിവസം തന്നെ വരുന്നു. പിറ്റേന്ന് സ്വലാത്ത് കഴിഞ്ഞ് ഏറെക്കുറെ ആ ഭാഗത്തേക്കുള്ള, ഈ ചെന്നൈ ഭാഗത്തേക്കുള്ള ആളുകളൊക്കെ പോകുന്ന ട്രെയിന് കാസർഗോഡ് നിന്ന് 12:20-നുള്ള ട്രെയിനാണ്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് 10 മണി ആകുമ്പോഴേക്ക് ബയാറ് സ്വലാത്ത് ഇപ്പോൾ അവസാനിക്കാറുണ്ട്. നിങ്ങൾ വരണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഇൻഷാ